Good morning, church. സഭയ്ക്ക് പ്രഭാതവന്ദനം. It's such a joy to bring God's word to you. ദൈവത്തിൻ്റെതായുള്ള വചനം നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് എത്ര സന്തോഷമാകുന്നു. Today I'm here to talk about the choices in revival. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഉണർവിലെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാകും. I started my journey with revival when I was a kid. ഞാൻ ഒരു ശിശുവായിരുന്നപ്പോൾ തന്നെ ഉണർവുമായിട്ടുള്ള യാത്ര ആരംഭിച്ചു. Where I encountered Jesus, I started studying His Word, I experienced the Holy Spirit. അങ്ങനെ യേശുവിനെ എനിക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞു, എനിക്ക് വചനം പഠിക്കുവാനായിട്ട് കഴിഞ്ഞു, പരിശുദ്ധാത്മാവിനെ അറിയുവാനായിട്ട് കഴിഞ്ഞു. And over the years, I started going through different life stories as well. Stories of George Muller, Jim Elliot, some of these big names who were part of instrumental in revival. അതിനുശേഷമുള്ള വർഷങ്ങളിൽ അനേക വ്യക്തികളുടേതായിട്ടുള്ള ജീവിത കഥകൾ, ആത്മകഥകൾ ഞാൻ വായിക്കുകയുണ്ടായി. ജോർജ് മുള്ളർ, ജിം എലിയട്ട്, ഇപ്രകാരമുള്ള ചില വ്യക്തികളുടെ. And through the years, as I kept growing as a kid, I started encountering some of these stories that happened across the nation, like the Azusa Street, the Welsh revival, some of the stories that happened in our own nation, like the Mukti Mission, all these revivals. അതിനുശേഷം ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച്, ഉണർവുകളെക്കുറിച്ച് ഞാൻ പഠിക്കുകയുണ്ടായി. അസൂസ റിവൈവലിനെ കുറിച്ച്, വെൽഷ് ഉണർവിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നതായിട്ടുള്ള മുക്തി മിഷൻ്റെതായിട്ടുള്ള ആ ഉണർവിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് എല്ലാം പഠിക്കുകയുണ്ടായി. And so as I studied this, I understood that it was possible even in our generation. എനിക്ക് അത് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ തലമുറയിലും സാധ്യമാണ്. And so I started studying the scriptures. അതുകൊണ്ട് ഞാൻ തിരുവചനം പഠിക്കുവാൻ തുടങ്ങി. And I saw that there were a whole lot of things that were explained in the scriptures on what to do, how to prepare for a revival. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഉണർവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത്, തയ്യാറെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് വചനത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. And we also had a study on Chronicles of Revival in our church. നമ്മുടെ സഭയിൽ തന്നെ ക്രോണിക്കിൾസ് ഓഫ് റിവൈവൽ എന്ന് പറഞ്ഞ ഉണർവിനെ കുറിച്ചുള്ള ഒരു പഠന പരമ്പര തന്നെ ഉണ്ടായിരുന്നു. And if you missed that, I want you to reach out to us in the chat box and probably we should learn together. നിങ്ങൾക്ക് അത് കേൾക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഞങ്ങളോട് പറഞ്ഞാട്ടെ. നമുക്ക് ഒന്നിച്ച് തീർച്ചയായും പഠിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാകുന്നു. In my journey of understanding what revival looks like, and even through these sessions that we had, some of the key aspects that I saw about a revival is what I want to run through. ഇന്ന് ഉണർവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, നാം വളരുമ്പോൾ ഉണർവിനെ കുറിച്ച് വളരെ വളരെ പ്രധാനമായിട്ടുള്ള ചില ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. And one of the key aspects that is in the Bible or even in these life stories is a deep hunger for God's presence, for God's word, and to know God more. തിരുവചനത്തിലാണെങ്കിലും ശരി, ഞാൻ വായിച്ചതായിട്ടുള്ള ജീവിത കഥകളിലാണെങ്കിലും ശരി, ഒരു പ്രധാന കാര്യം, ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് യേശുവിനെ അറിയുവാനായിട്ടും യേശുവിൻ്റെ സാന്നിധ്യത്തിനായിട്ടുമായിട്ടുള്ള ആഴത്തിലുള്ള വിശപ്പിനെ കുറിച്ചാകും. And like we see now, there's a uniting of people coming together, churches coming together in prayer, in worship, in oneness, letting go of their dividing mindsets and coming together in oneness. ഈ കാലത്തിൽ നാം കാണുന്നത് പോലെ ഇപ്പോൾ സഭ മുഴുവനായിട്ട് ആഗോള തലത്തിൽ വ്യക്തികളെല്ലാം അവരെ വിഭജിക്കുന്നതായിട്ടുള്ള, ഭിന്നിപ്പിക്കുന്നതായിട്ടുള്ള മതിലുകളെയെല്ലാം തകർത്ത് അവർ ഒന്നിച്ചു വരുന്നതായിട്ടുള്ള ഒരു ഐക്യത്തിന് അനുഭവമുണ്ട്. And we also see that there is a preaching of God's word, where people that never preach God's word, they start preaching God's word. They talk about the love of Jesus, evangelism that is increasing. അതോടൊപ്പം തന്നെ ഈ ദൈവവചനത്തിൻ്റെതായിട്ടുള്ള വലിയ പ്രസംഗങ്ങളും അല്ലെങ്കിൽ പ്രഘോഷണവും നടക്കുന്നു. ഇതുവരെ സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കില്ലാത്ത ആൾക്കാരെല്ലാം അവർ പ്രസംഗിക്കുവാൻ തുടങ്ങുന്നു. ദൈവവചനത്തിന്റെ ശുശ്രൂഷ പരക്കുവാൻ തുടങ്ങും. And out of this, there's a repentance, people that, their lives turn around, and because of which, even their families, their communities, nations also get transformed because of their lives that turned around. ഇതിൽ നിന്ന് അനുതാപത്തിലേക്ക് വ്യക്തികൾ നയിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം സംഭവിക്കുന്നു. അത് വ്യക്തികളിൽ നിന്ന് തുടങ്ങി അവരുടെ കുടുംബങ്ങളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള മണ്ഡലങ്ങളിലേക്കും രാജ്യാന്തരമായിട്ടുള്ള തലത്തിൽ തന്നെ
അപ്രകാരം ആ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. Isn't that exciting? അത് തീർച്ചയായും ആവേശകരമായ ഒരു കാര്യമല്ലേ? And of course, we do see even in the Bible that there is a manifestation of God's Spirit where the Holy Spirit comes and people speak in tongues, there's healings, there's signs and wonders. Even in the natural, there are so many manifestations of God's power and glory. തിരുവചനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാകുന്നു പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള വ്യാപാരം മുഖാന്തരം, പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ആ വലിയ ഇടപെടൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ മുഖാന്തരമായിട്ട് വ്യക്തികൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. വളരെ കാണുവാൻ ദൃശ്യമായ രീതിയിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള വ്യാപാരത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. So on one side there is a sovereign act of God, a sovereign move of God, but on the other side there is a human element, an aspect that comes from people, which invites God's presence, or that revival, that glory, his spirit move. അതുകൊണ്ട് ഒരു വശത്ത് ദൈവത്തിന്റെ പരമാധികാരത്തോടുകൂടെ ദൈവം ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ മറുവശത്ത് വ്യക്തികൾ മുഖാന്തരം അല്ലെങ്കിൽ വ്യക്തികളുടേതായിട്ടുള്ള മനോഭാവത്തിലൂടെ വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ചില വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട്. വ്യക്തികളുടെ മനോഭാവം അവർ പ്രകാരം ഈ കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളെ ആശ്രയിച്ച്. And so I want to start off from the Bible, one of my favorite books, which is the book the Acts of the Apostles. അതുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള പുസ്തകങ്ങൾ ഒന്നാകുന്ന അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന് ആരംഭിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. And it's a revival story, of course. അത് തീർച്ചയായും ഉണർവിന്റെ തന്നെ ഒരു കഥയാകുന്നു. And like the name indicates, is the acts of the Holy Spirit that was flowing through the apostles. ഇത് പേര് പറയുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള പ്രവൃത്തി അപ്പോസ്തലന്മാരിലൂടെ ഒഴുകുന്നതായിരുന്നു ഇത്. And so if we look at how the storyline begins, it starts with Luke chapter 24 and verse 49, where Jesus tells his disciples to wait in Jerusalem. ഈ കഥ എങ്ങനെ തുടങ്ങുന്നു എന്ന് വെച്ചാൽ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 49-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാകും, നിങ്ങൾ ജെറുസലേമിൽ അല്ലെങ്കിൽ യെരുശലേമിൽ തങ്ങുവാനായിട്ട്. And so the disciples are waiting in Jerusalem. And Jesus tells them that the Holy Spirit will come upon you. And so they are waiting in Jerusalem in prayer, in fellowship, and staying in one room together. അപ്പോൾ യെരുശലേമിൽ ഈ ശിഷ്യന്മാർ യേശു പറഞ്ഞതനുസരിച്ച് അവർ കൂട്ടായ്മയിൽ അവർ ഒന്നിച്ച് ഒരു മുറിയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാനായിട്ട് അവർ അവിടെ തങ്ങുകയാകുന്നു. And then we read this story in Acts 2, where the power of the Holy Spirit, or the Holy Spirit, comes as a mighty outpouring upon all those that gathered in that room. അതിനുശേഷം അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആ മുറിയിൽ ഉണ്ടായിരിക്കുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തമായ ഒരു പകർച്ച സംഭവിക്കുന്നതിനെ കുറിച്ച്. And there's a manifestation of the Holy Spirit where people spoke in tongues, and people outside could even, there were people from different nations that heard their language being spoken. Isn't that awesome? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു വ്യക്തികൾ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. പുറത്തുണ്ടായിരുന്ന വ്യക്തികൾ പോലും അവർ വ്യത്യസ്ത ദേശക്കാരായിരുന്നെങ്കിലും അവരവരുടേതായുള്ള ഭാഷകളിൽ അവർ ഈ സംസാരങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. ഇത് തീർച്ചയായും ആശ്ചര്യകരമായ ഒരു കാര്യമല്ലേ? And there's a mighty rushing wind that fills the house, and people from different places that also hear that sound. ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായതും പുറമേ ഉള്ള വ്യക്തികളെല്ലാം ഇത് അവർ കേൾക്കുകയും അവർക്കത് യാഥാർത്ഥ്യമായി. So this is a fulfillment of Joel 2:28 and 29. ഇത് യോവേലിന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 28-ഉം 29-ഉം വാക്യങ്ങളിൽ പറയുന്നതായിട്ടുള്ള വചനത്തിന്റെ നിവൃത്തീകരണമാകുന്നു. And then we see that Peter, of all people, stands up and preaches one of the bold messages in his generation. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, പത്രോസ് അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് താൻ ചെയ്തിരിക്കുന്ന പ്രസംഗങ്ങളിൽ ഏറ്റവും ധൈര്യമുള്ള രീതിയിലുള്ള ഒരു പ്രസംഗം അവിടെ ആ തലമുറയ്ക്ക് നൽകുകയാകും. And people give their lives to the Lord, and they repent, and they get water baptized. വ്യക്തികൾ തങ്ങളുടെ ജീവിതം യേശുവിനെ സമർപ്പിച്ച് അവർ അനുതപിച്ച് അവർ ജലസ്നാനം എടുക്കുന്നു. And the Bible says in Acts 3 that 3,000 people were added in a day. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, 3000-ഓളം പേർ അന്ന് ദൈവസഭയോട് ചേർന്നു എന്നുള്ളത്. Sorry, that's in Acts 2. And so after when I look at that 3,000 people in a day, that is amazing. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിലാകുന്നു അത് പറഞ്ഞിരിക്കുന്നത്. 3000-ഓളം
100,000-ഓളം വ്യക്തികൾ ദൈവസഭയോട് ചേരുക ഒരു ദിവസം എന്ന് പറയുന്നത് അത് നിശ്ചയമായും അത് വലിയൊരു കാര്യമാകുന്നു. I'm also longing for those days where people, are added into the kingdom in numbers. ഞാനും അപ്രകാരം ഉള്ള ദിവസങ്ങൾക്കായിട്ട് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. വലിയ എണ്ണങ്ങളിൽ വലിയ സംഖ്യകളിൽ ദൈവജനത്തോട് ചേരുവാനായിട്ട് ദൈവരാജ്യത്തോട് വ്യക്തികൾ ചേരുന്ന ആ ദിവസത്തെക്കുറിച്ച്. And so I'm going to read from Acts chapter 2 verse 42 onwards. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെതായിട്ട് 42-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. And it says that they continually devoted themselves to the apostles' teaching and fellowship and to the breaking of bread and to prayer. And verse 43, everyone kept feeling a sense of awe. Many wonders and signs were taking place through the apostles. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. I feel even doing that continually takes a miracle. ഇത് നിരന്തരമായി ചെയ്യുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. In this online generation, we definitely find it difficult to get people together, right? Continually to get people to in prayer, in fellowship, for teaching. And so it takes a revival, a God intervention and a hunger from people's side to get that done. ഈ ഒരു ഓൺലൈൻ തലമുറയിൽ വ്യക്തികളെ ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് അത് വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാകുന്നു. എന്നാൽ അതൊരു ഉണർവിന്റെ അനുഭവം ഉണ്ടായാൽ മാത്രമേ വ്യക്തികളുടേതായിട്ടുള്ള ജീവിതത്തിൽ ഇപ്രകാരം തുടരെ ഉള്ളൊരു മാറ്റം സംഭവിക്കുവാൻ കഴിയുകയുള്ളൂ. And the next few verses talks about how they shared meals together and every single day they did this. അതിനുശേഷമുള്ള ചില വാക്യങ്ങൾ പറയുന്നത് അവർ എങ്ങനെ ഒന്നിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളതും അവർ ഓരോ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അവർ ഒരുമിച്ചിരുന്നു ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. They sold their properties, they had things in common. There was no lack in the church. അവരുടെ വസ്തുവകൾ അവർ വിൽക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവർക്ക് കുറവുകളൊന്നുമില്ലായിരുന്നു. അവർ എല്ലാം പൊതുവക എന്ന് എണ്ണുകയും ചെയ്തു എന്ന് വചനം പറയുന്നു. I think, even cooking meal every single day and having your home opened up, it takes a tremendous grace of hospitality to do that every single day. ഓരോ ദിവസവും ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളതും നിങ്ങളുടെ ഭവനം തുറന്നു കൊടുക്കുക എന്ന് പറയുന്നതും എല്ലാം നിരന്തരമായി എല്ലാ ദിവസവും ചെയ്യുക എന്ന് പറയുന്നത് ഒരു അതിഥി സൽക്കാരത്തിന്റെ വലിയ കൃപയുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. And the next verse says that day by day the Lord added to their numbers people that were being saved. അതിനുശേഷമുള്ള ആ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. Wow, what an amazing revival, right? അത് എത്രമാത്രം ആശ്ചര്യകരമായ ഒരു ഉണർവിന്റെ അനുഭവമാകും. In Acts chapter 3 we see a man that is lame is being healed. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ അവിടെ മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തി അവൻ സൗഖ്യപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. Peter preaches his next sermon and the numbers go up to 5,000 men. അതിനുശേഷം പത്രോസ് തന്റെ അടുത്ത പ്രസംഗം അവിടെ പ്രസംഗിക്കുന്നു. അതിനുശേഷം 5,000 പുരുഷന്മാരിലേക്ക് ആ സംഖ്യ വർദ്ധിക്കുകയാണ്. I'm sure there were women and children as well. എനിക്ക് ഉറപ്പാണ് അവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത്. But it's all good things that we've heard thus far. But from this point onward, we start reading about trials and persecutions and trouble that the disciples face up with. ഇതുവരെ നാം കേട്ടതെല്ലാം നല്ല വാർത്തകൾ തന്നെയാകുന്നാൽ ഇനി മുതൽ അങ്ങോട്ട് കേൾക്കുന്നത് ശിഷ്യന്മാർക്ക് അനുഭവിക്കേണ്ടത് വന്നിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഉപദ്രവങ്ങളെ കുറിച്ചുമാണ്. And they still rejoice through all of that. അവർ ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും അവർ സന്തോഷിക്കുന്നു. And we definitely know the story of Apostle Paul or Saul, who was also persecuting the church. അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ശൗലിൻ്റെതായിട്ടുള്ള കഥ നമുക്കറിയാം. താൻ സഭയെ ഉപദ്രവിക്കുന്നവനായിരുന്നു. And yet he turns to God and he starts preaching and he faces persecution. താൻ ദൈവഭാഗത്തേക്ക് തിരിയുകയും താൻ ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം ശുശ്രൂഷിക്കുകയും ഉപദേശിക്കുകയും തുടങ്ങിയും തനിക്കും പീഡനം അനുഭവിക്കുവാൻ തുടങ്ങി. And so the disciples sent Paul to Tarsus, his hometown. അപ്പോൾ പൗലോസിനെ തന്റെ ഗൃഹത്തിൻ്റെതായിട്ടുള്ള പട്ടണമായിരിക്കുന്ന തർശീസിലേക്ക് ശിഷ്യന്മാർ അയക്കുകയാകുന്നു. And then we come to the main verse, which is my focus on today's topic. അതിനുശേഷം നാം ഇപ്പോൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ മുഖ്യവാചകമാകുന്നു. Choices in revival is what I'm going to talk about. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ പോകുന്നത് ഉണർവിലെ ഈ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാകും. We saw what happens in a revival when God's presence comes in. ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം അവിടെ പകരപ്പെടുമ്പോൾ ഉണർവിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നാം കണ്ടു. But I want to focus on what are the choices that people had to take in that revival. എന്നാൽ ആ ഉണർവിന്റെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ വ്യക്തികൾ എടുക്കേണ്ടതായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. And I want to start
start from Acts chapter 9 and verse 31. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 31-ാമത്തെ വാക്യം മുതൽ ഞാൻ പറഞ്ഞ് ആരംഭിക്കുന്നു. So the church throughout Judea, Galilee, and Samaria enjoyed peace as it was being built up. And as it continued in the fear of the Lord and in the comfort of the Holy Spirit, it kept increasing. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. So the church was being built and there was an increase as the disciples continued in two aspects which is mentioned here. അപ്പോൾ സഭ വളരുവാനായിട്ട് തുടങ്ങി. ശിഷ്യന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളിൽ വളരുവാൻ തുടങ്ങിയപ്പോൾ They continued in the comfort of the Holy Spirit and in the fear of the Lord. അവർ പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ആശ്വാസത്തിലും അതോടൊപ്പം തന്നെ ദൈവഭയത്തിലും നടക്കുവാൻ തുടങ്ങി. And we all being in this pandemic, we know definitely we want the comfort of the Holy Spirit. ഈ മഹാമാരിയുടേതായിട്ടുള്ള കാലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിട്ടുള്ള ഒരു കാര്യമാകും, നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം ആവശ്യമാണ്. We go through losses, maybe losses of people, losses of job, financial difficulties, different kinds of losses. നാം നഷ്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നു, നമ്മുടെ ജോലികൾ നഷ്ടപ്പെടുന്നു, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. And the Holy Spirit has been our comfort. പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസമായിരുന്നു. I have definitely experienced the comfort of the Holy Spirit in this season. ഈ ഒരു കാലത്തിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ആശ്വാസം ഞാൻ അനുഭവിച്ചിരിക്കുന്നു. And definitely we have had strained relationships. നമുക്ക് വ്യക്തിബന്ധങ്ങളിലുള്ള ഉലച്ചിലുകളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. Where people probably didn't call us and we got offended, or we are staying together and we have offenses. ചിലപ്പോൾ നമ്മളെ വിളിക്കുമെന്ന് നാം പ്രതീക്ഷിച്ച വ്യക്തികൾ നമ്മളെ വിളിച്ച് അന്വേഷിച്ചില്ല. അത് നമുക്കൊരു നീരസത്തിന് കാരണമായി. ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അത് മുഖാന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് നമുക്ക് പ്രയാസമായിട്ടുണ്ടാകാം. And I've had so many instances where the Holy Spirit says, "It's okay, Lena, let go." എനിക്ക് അനവധി സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ ഘട്ടങ്ങളിൽ എന്നോട് പറഞ്ഞിരിക്കുന്നു, ലീന കുഴപ്പമില്ല, അതങ്ങ് വിട്ടുകളാം. And the comfort of the Holy Spirit that helps us to let go so that we can be together with one another. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ വിട്ടുകളയുവാനായിട്ട് നമ്മെ സഹായിക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. And not just that, the Lord sends messages through the church like we had, the God that sees us, the God where we are not alone, where we are not forsaken, where the joy of the Lord even strengthens us, different kinds of comforting messages. അത് മാത്രമല്ല, ദൈവം വ്യത്യസ്തമായിട്ടുള്ള ദൂതുകളിലൂടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. നാം തിരസ്കരിക്കപ്പെട്ട് നാം ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളെല്ലാം ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നു. So people of God, in a revival, one of the key things I believe we all need to tap into is the comfort of the Holy Spirit. അതുകൊണ്ട് ദൈവജനമേ, ഈ ഉണർവിൻ്റെതായിട്ടുള്ള കാലത്തിൽ നാം എല്ലാവരും പ്രത്യേകമായിട്ട് മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആശ്വാസമാണ്. The Holy Spirit is by your side. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പക്ഷത്താകുന്നു. The Holy Spirit is with you to strengthen you, പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ നടന്ന് നിങ്ങളെ ബലപ്പെടുത്തുവാൻ to build you ആഗ്രഹിക്കുന്നു. in your relationships. നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തുവാനും പണിതുയർത്തുവാനും. But what I want to focus on is about the next aspect, which is the fear of the Lord. എന്നാൽ ഞാൻ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ഘടകമായിരിക്കുന്ന ദൈവഭയം എന്നുള്ള കാര്യമാകുന്നു. There's a difference between being afraid of God but having a healthy and the difference between fear of the Lord, which is a healthy reverential fear of God. ദൈവമായിട്ട് ഭയപ്പെട്ടിരിക്കുക എന്ന് പറയുന്നതും ബഹുമാനത്തോടുകൂടെയുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭയം ദൈവമായിട്ടുള്ളത് അല്ലെങ്കിൽ ബഹുമാനം ദൈവമായിട്ടുള്ളത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. And I want us to go through a revival story in the Old Testament. പഴയ ഉടമ്പടിയിലെ ഒരു ഉണർവിന്റെ കഥയിലൂടെ നമുക്കൊന്നും പോകാം. And I love the book of Exodus. പുറപ്പാടിന്റെ പുസ്തകം എനിക്കിഷ്ടമാണ്. It is believed that it's written by Moses. മോശ അത് എഴുതിയിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. A story begins in Exodus 1 where the people of Israel, God's chosen people, are going through severe oppression. അവിടെ ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ ദൈവജനമാകുന്ന ഇസ്രായേൽ വലിയ പീഡകളിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ചാകുന്നു. And God sends his deliverer Moses. ദൈവം തന്റെ വിമോചകനായിരിക്കുന്ന മോശയെ അങ്ങോട്ട് അയക്കുകയാണ്. And we know the story where Moses encounters God, has those miraculous experiences that he faces up with, and God sends him with those miracles and his brother
to Egypt, to the Israelites. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ മോശ അനുഭവിക്കുന്നതായിട്ടുള്ള ആ വ്യത്യസ്തമായിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും ഈ അത്ഭുതങ്ങളോടൊപ്പം തന്റെ സഹോദരനോടൊപ്പം മോശ ഇസ്രായേലിലേക്ക് ദൈവം അയക്കുന്നതിനെ കുറിച്ചെല്ലാം നമുക്കറിയാം. And I'm going to read from Exodus chapter 4. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കുവാൻ പോകുന്നു. Where Moses comes to meet up with the Israelites and the leaders especially. ഇസ്രായേലിലും അവരുടേതായിട്ടുള്ള മൂപ്പന്മാരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ കാണുവാനായിട്ട് മോശ അവിടെ വരികയാണ്. Moses does all these signs and wonders, and now they are very convinced that yes, God has sent Moses. മോശ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഉറപ്പായിരിക്കുന്നു മോശ അയച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. And Exodus chapter 4 and verse 31. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. So the people believed, and when they heard that the Lord was concerned about the sons of Israel, that he had seen their affliction, they bowed down and worshipped. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. Wow, so they have seen the signs and wonders and they are convinced, yes, this leadership, Moses and Aaron, is sent by God. അപ്പോൾ അവർ ഈ അത്ഭുതങ്ങളും അടയാളം കണ്ടപ്പോൾ അവർക്ക് ഉറപ്പായി ഈ നേതൃത്വം മോശയും അഹരോനും അവരെ അയച്ചിരിക്കുന്ന ദൈവമാകുന്നു. Now the scene changes. Moses and Aaron go to meet up with Pharaoh and they present the case. ഇപ്പോൾ രംഗം മാറുന്നു. ഇനിയും മോശയും അഹരോനും ഫറവോനെ കണ്ടുകൊണ്ട് ഈ കാര്യം പറയുവാനായിട്ട് പോവുകയാണ്. We want you to set the people free. ഈ ഇസ്രായേൽ ജനത്തെ നീ വിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So that we can go and worship God. അങ്ങനെ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയും. But we read that Pharaoh's heart hardens and he increases the labor, the hardship of the people. എന്നാൽ ഫറവോന്റേതായുള്ള ഹൃദയം കഠിനപ്പെടുകയും ഈ അടിമകളെ കൊണ്ട് അധികമായിട്ട് വേല ചെയ്യിക്കുവാനായിട്ട് താൻ പദ്ധതിയിടുകയും ചെയ്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. And I want us to read Exodus chapter 5 and verse 20. പുറപ്പാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 20-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, Now I want you to know the same people that were very convinced about Moses and Aaron's leadership, they saw the signs and they were convinced, now have a different response. എന്നാൽ നാം മുമ്പ് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേ ജനം തന്നെ മോശയുടെയും അഹ്റോന്റേതായിട്ടുള്ള നേതൃത്വത്തെ സംബന്ധിച്ച അത്ഭുതങ്ങൾ കണ്ടപ്പോൾ വിശ്വസിച്ചു, ഉറപ്പായെന്ന് നാം പറഞ്ഞു. എന്നാൽ ഇവിടെ നാം എന്തോ വ്യത്യാസമായിട്ട് കാണാൻ പോവുകയാണ്. Because they went through trials, they had an increased labor, so now they are questioning what they just saw. എന്നാൽ അവർക്ക് ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചത് അവരുടെ വേല അധികമായിരിക്കുന്നു, അവർ കഷ്ടത്തിലൂടെ കടന്നുപോയി. ഇപ്പോൾ അവർക്ക് സംശയമായി, അവർ ചിന്തിക്കുകയാണ് എന്ത് സംഭവിച്ചിരിക്കുന്നു. Exodus 5:20, it says they met Moses and Aaron as they were waiting for them, and they said to them, may the Lord look upon you and judge you, because you have made us repulsive in Pharaoh's sight and in the sight of his servants, and to put a sword in their hand to kill us. Verse 22, then Moses returned to the Lord and said, Lord, why have you brought harm to this people? Why did you ever send me? Ever since I came to Pharaoh to speak in your name, he has done harm to this people, and you have not rescued your people at all. 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോന്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു, നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു. When they went through trial, the Israelites questioned what they saw. അവർ പ്രയാസത്തിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ അവർ കണ്ടതിനെ ഇസ്രായേലർ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. And we see God comforts Moses by saying that don't worry, I have a game plan, I will make sure what I said happens. നമുക്കറിയാം ദൈവം മോശയെ ആശ്വസിപ്പിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, എനിക്കൊരു പദ്ധതിയുണ്ട്, കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്ന രീതിയിൽ. Yeah, and in Exodus 6-13, we see all these beautiful, the plagues, the 10 plagues, the miracles, the signs, the wonders, all of that is being sent by God. പുറപ്പാട് പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അത് 13 വരെയുള്ളതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു 10 ബാധകളെ കുറിച്ചും ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചുമെല്ലാം ദൈവത്തിന്റെ പദ്ധതികൾ ഈ ജനത്തെ വിടുവിക്കാനുള്ളതിനെ കുറിച്ചെല്ലാം നാം കാണുന്നു. Egyptians were affected, but the Israelites were untouched. മിസ്രൈമ്യർ എല്ലാം ആ ബാധകൾ മുഖാന്തരം ബാധിക്കപ്പെട്ടു, എന്നാൽ ഇസ്രായേലർക്ക് ഒരു പ്രശ്നവും വന്നില്ല. And so we read this from Exodus 13, a beautiful journey that begins with God and the Israelites.
പുറപ്പാട് 13-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ മനോഹരമായിട്ടുള്ള യാത്ര ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലുള്ളത്. And I'm going to read from Exodus 13, verse 21 and 22. പുറപ്പാടിന് 13-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ പോകുന്നു. And the Lord was going before them in a pillar of cloud by day to lead them on the way, and in a pillar of fire by night to give them light, so that they might travel by day and by night. He did not take away the pillar of cloud by day, nor the pillar of fire by night from the presence of the people. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുൻപിൽ നിന്ന് മാറിയതുമില്ല. Every single day they experienced the cloud, and the pillar of cloud and the pillar of fire. എല്ലാ ദിവസവും അവർ മേഘസ്തംഭവും അതോടൊപ്പം തന്നെ അഗ്നിസ്തംഭവും അവർ അനുഭവിച്ചു കൊണ്ടിരുന്നു, അവർക്ക് കാണാമായിരുന്നു. Can you imagine every single day seeing God visibly in front of you? Those supernatural things visibly in front of you every day. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ ഓരോ ദിവസവും ദൈവത്തെ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള അമാനുഷികമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ആ ദൃശ്യമായിട്ടുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ച്? So Israelites have already seen how God protected them in the plague, and now they have already visible signs in front of them. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ബാധകളിലൂടെ ദൈവം എപ്രകാരം അവരെ വിടുവിച്ചു എന്നുള്ളതും ബാധകൾ വന്നപ്പോൾ അതൊന്നും ഇവർക്ക് വ്യാപിക്കാത്ത രീതിയിൽ ദൈവം അവരെ എങ്ങനെ കരുതി എന്നുള്ളതും ഇസ്രായേൽ മക്കൾ കാണുകയും ഇപ്പോൾ ദൈവം എങ്ങനെ അവരെ നയിക്കുന്നു എന്നുള്ളതും കണ്ടുകൊണ്ടിരിക്കുന്നു. So it is such a revival moment, right, where there are signs and wonders, miracles. ഇത് തീർച്ചയായും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ള വലിയൊരു ഉണർവിന്റെ സമയം തന്നെയാണ്. And then we also see about how God splits the Red Sea and how he leads them through the wilderness, how he takes care of them, the miraculous provisions of manna, quail, all of that. അതിനുശേഷം നമുക്ക് ഇനിയും കാണുവാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവം എങ്ങനെ ചെങ്കടൽ വിഭജിക്കുന്നു, മരുഭൂമിയിൽ ദൈവം എങ്ങനെ അവരെ നയിക്കുന്നു എന്നുള്ളതും മന്ന കൊടുക്കുന്നതും കാടപക്ഷികളുടേതായിട്ടുള്ള അതിനെ നൽകിയതും എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാകുന്നു. But through all these miracles, supernatural wonders, signs and all those wonderful things that are happening, we read that the Israelites grumbled and complained. ഇതിന്റെ എല്ലാം മധ്യേ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടതിന് ശേഷവും ഇസ്രായേൽ മക്കൾ പിന്നെയും പിറുപിറുക്കുകയും അവർ പരാതി പറയുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. And then we come after 3 months after having left Egypt, they come to Mount Sinai. അതിനുശേഷം 3 മാസത്തോളം അവർ മിസ്രൈമിൽ നിന്ന് വന്നതിന് ശേഷം അവർ ഇപ്പോൾ സീനായ് മലമേലായിരിക്കുന്നു. And that's in Exodus 19. അത് പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിലാകുന്നു. And I'm going to read from verse 3. 3-ാമത്തെ വാക്യം. Moses went up to God, and the Lord called to him from the mountain, saying, "This is what you shall say to the house of Jacob, and tell the sons of Israel, you yourselves have seen what I did to the Egyptians, how I carried you on eagle's wings, brought you to myself. Now then, if you will indeed obey my voice and keep my covenant, then you shall be my own possession among all the people. You shall be to me a kingdom of priests and a holy nation." മോശെ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്ന് യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ചു കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. Look at God's compassion. How in spite of all the grumbling and the complaining, God is still revealing his purpose, his plans for his people. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിൻ്റെതായിട്ടുള്ള മനസ്സലിവ് എത്ര വലിയതാകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ പെറുപെറുക്കലും മുറുമുറുക്കലും എല്ലാം കേട്ടതിന് ശേഷവും ദൈവം അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാവും. And God tells him, this is a plan that I have for you. You are a holy nation. You are set apart for me. ദൈവം അവരോട് ഇങ്ങനെ പറയുന്നു, ഇതാകുന്നു നിങ്ങളെ കുറിച്ചുള്ള എന്റെ പദ്ധതി. നിങ്ങൾ ഒരു വിശുദ്ധ ജനമാകുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി വേർതിരിച്ചവരാകുന്നു. And then God gives us instruction to Moses to consecrate his people and to tell them to come to him. അതിനുശേഷം ദൈവം മോശയോട് ഈ ഒരു നിർദ്ദേശം നൽകുകയാകുന്നു, ഈ ജനത്തെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട്. And so that he can speak to his people. അങ്ങനെ ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിക്കുവാൻ കഴിയും അതിനായിട്ട്. And so we're coming to verse 16.
16-ാമത്തെ വാക്യത്തിലേക്ക് നാം ഇപ്പോൾ വരുന്നു. So it came about on the third day when it was morning that there was a thunder, lightning flashes, thick cloud on the mountain, a very loud trumpet sound, so that all the people who were in the camp trembled. Moses brought the people out of the camp to meet God, and they stood at the foot of the mountain. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശെ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. So the people have come out of their camp and now they are there to meet up with God. അതുകൊണ്ട് വ്യക്തികൾ ജനം അവരുടേതായിട്ടുള്ള കൂടാരങ്ങളിൽ നിന്ന് വന്ന് ഇപ്പോൾ ദൈവത്തെ കാണുവാനായിട്ട് പുറത്തു വന്നിരിക്കുന്നു. And verse 18 it says, now the Mount Sinai was all in smoke because God had descended upon it in fire, and its smoke ascended in like the smoke of a furnace, and the entire mountain quaked violently. When the sound of the trumpet grew louder and louder, Moses spoke, and God answered him with a thunder. Verse 20, then the Lord came down to Mount Sinai, to the top of the mountain, and the Lord called Moses on top to the top of the mountain, and Moses went up. 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശെ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. യഹോവ സീനായ് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശെ കയറി ചെന്നു. So we see that now God is calling Moses up to the mountain, and Moses decides to go. ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, യഹോവ മോശയെ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിക്കുകയാകുന്നു. മോശെ പോവുകയാകുന്നു. So all these signs and wonders, the sounds and the lights for sure. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെളിച്ചവും ശബ്ദവും എല്ലാം അത്ഭുതകരമായ അനുഭവം തന്നെയായിരുന്നു. And we know the story in Exodus 20 where God gives the 10 commandments to Moses, and he also tells Moses, I want you to give the Israelites the invitation to come to me. അപ്പോൾ ഈ 20-ാമത്തെ അധ്യായത്തിൽ, പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 20-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകുകയാകുന്നു. അതിനുശേഷം മോശയോട് ദൈവം ഇങ്ങനെ പറയുന്നു, വ്യക്തികൾ എൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ടുള്ള ക്ഷണം നീ അവർക്ക് നൽകണം. Let them draw closer to me. അവർ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. And now I want you to open your Bibles. If you have not opened your Bibles yet, open your Bibles to Exodus 20 verse 18 onwards. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ബൈബിൾ തുറന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ തുറന്ന് പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുക. All the people were watching and hearing the thunder, the lightning, the sound of the trumpet, and the mountain smoking. When the people saw it, they all trembled and stood at a distance. Verse 19, then they said to Moses, speak to us yourself and we will listen, but do not have God speak to us or we will die. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ട് ജനം ഇത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. We see two kinds of responses. ഇവിടെ 2 രീതിയിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. Where Moses draws closer to God and where Israelites stood at a distance. ഒന്ന്, മോശ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു, എന്നാൽ ഇസ്രായേൽ മക്കളോ ദൈവവുമായിട്ട് ഒരു അകലം പാലിക്കുന്നു. And I want us to look at Moses' response. മോശയുടേതായുള്ള പ്രതികരണം നമുക്ക് ശ്രദ്ധിക്കാം. Which is a key verse that I want us to focus on. ഞാൻ ഇന്ന് നാം ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വാക്യമാകുന്നു. Verse 20, however Moses said to the people, do not be afraid, for God has come in order to test you, and in order that the fear of him may remain with you, so that you will not sin. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. So it talks about 2 responses: not to be afraid, do not fear, and yet Moses encourages people, we need to fear God so that we don't live in sin. അപ്പോൾ ഇവിടെ 2 രീതിയിലുള്ള പ്രതികരണമാകും നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളതും, എന്നാൽ അതോടൊപ്പം തന്നെ ദൈവത്തെ നാം ഭയപ്പെടേണ്ടത് ആവശ്യമാകുന്നു, പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം. But look at the response still, in spite of this encouragement, do not be afraid. In verse 21 it says, the people stood at a distance while Moses approached the thick darkness where God was. എന്നാൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുമുള്ള ആ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 21-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, അങ്ങനെ ജനം ദൂരത്ത്
വിട്ടുനിന്നു. മോശയോ ദൈവമിരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. Wow, I mean, what really made Moses draw closer to God, and what really made Israel stay away from God? ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് മോശയെ സഹായിച്ചത് എന്താകുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ദൂരെ നിൽക്കുവാൻ തക്കവണ്ണമുള്ള കാരണം എന്തായിരുന്നു? The answer is in Moses' response. മോശയുടേതായിട്ടുള്ള ആ പ്രതികരണത്തിൽ തന്നെ, അല്ലെങ്കിൽ ഉത്തരത്തിൽ തന്നെ ഉണ്ട് അതിനുള്ള ആ രഹസ്യം. He says that do not be afraid. When you fear God, you will stay away from sin. മോശ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ നിങ്ങൾ പാപവുമായി അകലത്തിലായിരിക്കും. I am sure most of us relate with this aspect. എനിക്ക് ഉറപ്പാണ് ഈ ഒരു സത്യവുമായിട്ട് നമ്മൾ പലർക്കും അതിൻ്റെതായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാകുവാൻ കഴിയുന്നു. When light comes, the darkness gets exposed. വെളിച്ചം വരുമ്പോൾ അന്ധകാരത്തെ അതെല്ലാം പുറത്തു കൊണ്ടുവരുന്നു. Or when light comes, things around it gets exposed. അല്ലെങ്കിൽ വെളിച്ചം വരുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തെളിവായി വരുന്നു. Why would God test our hearts? എന്തുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നു? He already knows what's in our hearts, right? നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടെന്നുള്ളത് ദൈവത്തിന് അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ. But Moses says God is testing our hearts so that we can know what our heart's condition is. മോശ പറയുന്നത്, ദൈവം നമ്മെ പരിശോധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്ന് നമുക്ക് അറിയേണ്ടതിന് തന്നെ. So we can, in the light of His presence, also see what our heart's condition in sin. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെതായിട്ടുള്ള വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സംബന്ധിച്ച പാപവുമായിട്ടുള്ള ആ കാര്യത്തെ സംബന്ധിച്ച എന്താകുന്നു അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. In the presence of God, in revival, definitely God's presence is going to be real. ഉണർവിൽ ദൈവത്തിന്റെ സാന്നിധ്യം വളരെ യാഥാർത്ഥ്യമായിരിക്കും. And when we encounter God's presence, the sin part of our lives is going to be exposed. നാം ദൈവവുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരും. We can have two kinds of responses. നമുക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാം. One is to draw closer to God, ഒന്നെങ്കിൽ ദൈവവുമായിട്ട് അടുത്തു വരിക, like Moses did. മോശ ചെയ്തതുപോലെ. Or we can have the response of the Israelites where we feel afraid and we're like, okay, my sin is too much. I don't think I can come closer to God. അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ ഭയപ്പെട്ട് എന്റെ പാപം വളരെ വലുതായിരിക്കുന്നു, എനിക്ക് ദൈവത്തിങ്കിലേക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകലത്തിൽ ദൂരെ നിൽക്കുവാൻ കഴിയും. So it is a choice that we have in revival. അതുകൊണ്ട് ഉണർവിൽ നാം എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പായിരിക്കും അത്. We can hold on to the pleasures of our sin. നമുക്ക് നമ്മുടെ പാപത്തിൻ്റെതായ സുഖങ്ങളുമായിട്ട് അല്ലെങ്കിൽ സൗകര്യങ്ങളായിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കുവാൻ കഴിയും. Or we can be like Moses that decides to give up and to draw closer to God. അല്ലെങ്കിൽ മോശ തീരുമാനിച്ചതുപോലെ അതിനെ വിട്ടുകൊടുത്ത് ദൈവവുമായിട്ട് അടുത്തു വരുവാനായിട്ട് നമുക്ക് തീരുമാനിക്കുവാൻ കഴിയും. I don't want us to open up this scripture, but Isaiah 66 verse 2 says that a person who God is seeking for a person who's got a humble heart or a contrite heart, somebody who reveres God and trembles at His word. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം അന്വേഷിക്കുന്നത് ഒരു അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായിട്ടുള്ള മനുഷ്യനെ ആകും. What does it mean to have a heart that trembles at God's word? ദൈവത്തിൻ്റെതായുള്ള വചനത്തിൽ അതിനെ എത്രയും മാനിക്കുക എന്ന് പറയുമെങ്കിൽ വിറയ്ക്കുന്നവൻ എന്ന് പറയുമ്പോൾ എന്താകുന്നു അർത്ഥം? I believe it is having a heart's condition where you have a choice to either obey God's voice or to hold on to your pleasures. അത് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള ആ ഒരു രണ്ടവസ്ഥകളിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള സമയത്തെക്കുറിച്ചാകുന്നു. ഒന്നെങ്കിൽ ദൈവവചനം അനുസരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ പാപവുമായിട്ട് സുഖിച്ച് ജീവിക്കുവാനുള്ള അവസരവുമുണ്ട്. When we read God's word, when we spend time with the Holy Spirit, the heart's condition is exposed. നാം ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ അത് വെളിപ്പെടുത്തുകയാകും. Our sinful passions are exposed. നമ്മുടെ പാപത്തിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ വെളിപ്പെട്ട് വരുന്നു. And so in that light we have a choice to either let go or to obey God. ആ വെളിച്ചത്തിൽ അപ്രകാരം അത് വെളിപ്പെട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് തിരഞ്ഞെടുപ്പുകൾ എടുക്കുവാൻ കഴിയും. ഒന്നെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ പാപത്തെ കൈകാര്യം ചെയ്യുവാനായിട്ട്, അതിനെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട്, ഇല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ. Yeah, so Moses had a choice to let go and Israelites decide. They both were living in the wilderness. They had the same test. അപ്പോൾ മോശയെ സംബന്ധിച്ചും അപ്രകാരം ഒരു തീരുമാനമുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ദൈവവുമായിട്ട് അടുത്തു പോകാം, ഇല്ലെങ്കിൽ ഇതിനെ വിട്ടുകളയുവാനായിട്ട് തീരുമാനിക്കാം. കാരണം ഇവർ രണ്ടുപേരും, മോശയും ഇസ്രായേൽ മക്കളും, അവർ ഒരേ മരുഭൂമിയിൽ തന്നെയായിരുന്നു. They had the same hunger, the same thirst. All of those experiences or the tests were the same. അവർക്ക് ആ പരീക്ഷ എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയായിരുന്നു. അവർക്കും ഒരേ രീതിയിൽ വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. But I don't see Moses complaining about lack of food or water, whatever it is. But I see the Israelites complaining.
എന്നാൽ ഇല്ലായ്മയെക്കുറിച്ച് മോശ പരാതിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ പരാതിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. And I want us to read Hebrews 11 verse 24 to 26. Hebrews 11 verse 24 to 26. എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. And it talks about the nature of Moses. അത് മോശയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. By faith Moses, when he became of age, refused to be called the son of Pharaoh's daughter, choosing rather to suffer affliction with the people of God than to enjoy the passing pleasures of sin, esteeming the reproach of Christ great riches than the treasures in Egypt, for he looked to the reward. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. So Moses had every right to hold on to the pleasures of the palace. അതുകൊണ്ട് മോശയെ സംബന്ധിച്ചിടത്തോളം ആ മിസ്രൈമ്യ കൊട്ടാരത്തിന്റെ എല്ലാ നിക്ഷേപങ്ങളെയും മുറുകെ പിടിക്കുവാനായിട്ട് അത് അവകാശമാക്കുവാൻ അവസരമുണ്ടായി. Moses was like us, where he had the opportunity to remain within his comfort zone. മോശ നമ്മളെ പോലെ തന്നെയായിരുന്നു. നമ്മളുടെ സൗകര്യമായിട്ടുള്ള മണ്ഡലങ്ങളിൽ തന്നെ സുഖിച്ചു നിൽക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. But this verse says that Moses decided to choose to suffer with the people just so that he could obey God. എന്നാൽ വചനം ഇങ്ങനെ പറയുന്നു, തന്റെ ദൈവജനത്തോടൊപ്പം കഷ്ടം അനുഭവിക്കുവാനായിട്ട് മോശ തീരുമാനിച്ചു, അത് മുഖാന്തരം ദൈവത്തെ അനുസരിക്കുവാനായി. He wasn't a superman. താനൊരു സൂപ്പർമാൻ അല്ലായിരുന്നു. But definitely the scripture says he looked forward for a reward. എന്നാൽ പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് എന്ന് വചനം പറയുന്നു. What is that reward that he looked forward for? താൻ മുന്നോട്ട് നോക്കിയ അല്ലെങ്കിൽ കാംക്ഷിച്ചതായിട്ടുള്ള ആ പ്രതിഫലം എന്തായിരുന്നു? Exodus 33 verse 1 to 3 is what I want to read out. പുറപ്പാട് പുസ്തകത്തിന്റെ 33-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. It talks about another choice that Moses makes. മോശ എടുത്തതായിട്ടുള്ള മറ്റൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. The Lord offers a great offer to Moses. ദൈവം മോശയ്ക്ക് വലിയൊരു ഓഫർ കൊടുക്കുകയാണ്. Depart and go from here, you and your people whom you have brought out of the land of Egypt, to the land which I swore to you, the land which I will give to the descendants. I will send my angel before you. I will drive out the Canaanites, Amorites, Hittites, all those people that were the enemies. Go up to the land flowing with milk and honey. But, or for, I will not go up in your midst, lest I consume you on the way, for you are a stiff-necked people. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും മിസ്രൈമ്യ ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. So God has a great offer option before Moses, where he says that I will do everything for you. I will drive out all your enemies. I will even send an angel on your behalf. But the only thing is I won't go with you. ദൈവം ഇവിടെ മോശയ്ക്ക് ഈ ജനത്തിന് നല്ലൊരു ഓഫർ കൊടുക്കുകയാകുന്നു. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ ശത്രുക്കളെല്ലാം ഞാൻ തുരത്തി കളയാൻ പോവുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയില്ല. Look at Moses' choice in verse 15. എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ, ഇതേ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ മോശ എടുക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് നോക്കാം. If your presence does not go with us, do not bring us up from here. അവൻ എന്നോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. If your presence does not go with us, we don't want to leave this wilderness and get into the promised land. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ മരുഭൂമി വിട്ട് ആ വാഗ്ദത്ത ദേശത്തേക്ക് കടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. Moses decides to choose God's presence over the promised land that had all the blessings of land that was flowing with milk and honey. മോശയാണെങ്കിലോ ദൈവ സാന്നിധ്യം എന്നുള്ളത് ആ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്കാൾ അധികമായി മോശ ആഗ്രഹിച്ചു. I'm not very sure, but I kind of think by the responses of the Israelites that said that they forgot the oppressions and they said, okay, we want to go back to Egypt. They would have probably chosen going into the land over God's presence. എന്നാൽ ഇസ്രായേൽ മക്കളാണെങ്കിൽ വേണമെങ്കിൽ ആ ദേശത്തേക്ക് പോകുന്നത് ദൈവസാന്നിധ്യത്തെക്കാൾ അധികമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. We also read in the following verses where Moses says, God, will you not show me your glory? I want to
see your glory. അതിനുശേഷമുള്ള പിന്നീടുള്ള വാക്യങ്ങളാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, മോശ ദൈവത്തോട് ചോദിക്കുകയാകുന്നു, കർത്താവേ, അങ്ങയുടെ തേജസ് എനിക്ക് വെളിപ്പെടുത്തി തരികയില്ലയോ? അങ്ങയുടെ മഹത്വം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Moses always hungered for God's presence. മോശ ദൈവ സാന്നിധ്യത്തിനായി ഏറെ ആഗ്രഹിച്ചു. He feared God that he obeyed God. ദൈവത്തെ താൻ ഭയപ്പെട്ടതുകൊണ്ട് താൻ ദൈവത്തെ അനുസരിച്ചു. In spite of even giving up some of his pleasures. തന്റേതായിട്ടുള്ള ചില സുഖഭോഗങ്ങളെ വിട്ടുകൊടുക്കുന്നതിനും താൻ അതുകൊണ്ട് തീരുമാനിച്ചു. And we see the opposite from the Israelites. എന്നാൽ ഇസ്രായേൽ മക്കളിൽ നിന്ന് അതിന് നേരെ വിപരീതമാകും നാം കണ്ടിരിക്കുന്നു. We also know the story of how Joseph decided to give up the pleasure of when Potiphar's wife tempts him, when he says that he's a handsome young man and he gets tempted, he says that I don't want to sin against his God. നാം യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, പോത്തിഫറിന്റേതായിട്ടുള്ള ഭാര്യ തന്നെ വശീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ താൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ ദൈവമുമ്പാകെ ശരിയായിട്ടുള്ളത് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. Proverbs 16:6 says that by the fear of the Lord one departs from evil. സദൃശ്യവാക്യത്തിന്റെ 16-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവഭയത്താൽ മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. Fear of God helps us to draw closer to God and to stay away from sin. ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുവാനും അതോടൊപ്പം തന്നെ പാപത്തിൽ നിന്ന് അകലുവാനും നമ്മെ സഹായിക്കുന്നു. Fear of the Lord, the awareness of God's presence that comes out of your love for God because you don't want to hurt God, that is what helps us to stay away from evil. ദൈവസ്നേഹം മുഖാന്തരമുള്ള ആ ദൈവ സാമീപ്യത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തെ കുറിച്ചുള്ള ആ ഒരു അറിവ്, അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വിഷമിപ്പിക്കുവാൻ ആഗ്രഹമില്ലാതെ വരുമ്പോൾ അത് നമ്മെ ദുഷ്ടനിൽ നിന്നും അതോടൊപ്പം തന്നെ പാപത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. So we looked at a story in the Old Testament. I want to come back to the New Testament. നാം പഴയ ഉടമ്പടിയിലുള്ള കഥകൾ നാം കേട്ടു. ഇപ്പോൾ നാം പുതിയ ഉടമ്പടിയിൽ നാം ശ്രദ്ധിക്കാം. And that is from Acts chapter 5. In the midst of that revival, I want to show two more responses. അപ്പോസ്തല പ്രവർത്തികളുടെ 5-ാം അധ്യായത്തിൽ നമുക്ക് നോക്കാം. അവിടെ ആ ഉണർവിന്റെ മധ്യേ രണ്ട് പ്രതികരണങ്ങളെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. So we saw that the church was built and it was increasing because they continued in the fear of the Lord and the comfort of the Holy Spirit. സഭയിൽ സഭ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അവർ പരിശുദ്ധാത്മാവിന്റെ ആശ്വാസത്തിലും അതോടൊപ്പം തന്നെ ദൈവഭയത്തിലും വളരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. Acts 5 verse 1 onwards, I'm just reading it out. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. And there was a man named Ananias with his wife Sapphira who sold a piece of property, kept back some of the proceeds for himself with his wife's full knowledge. But Peter said to, they brought the portion before the apostles' feet. Peter said, Ananias, why has Satan filled your heart to lie to the Holy Spirit and to keep back some of the proceeds of the land? While it remained unsold, did it not remain your own? After it was sold, was it not under your control? Why is it that you have conceived this deed in your heart? You have not lied to men, but to God. As he heard these words, Ananias collapsed and died, and great fear came over all who heard about it. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരു അംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കുൻ മുമ്പേ നിന്റേതല്ലായിരുന്നുവോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. And the next portion talks about how his wife Sapphira also does the same thing and she dies. അടുത്ത ഭാഗം പറയുന്നത് തൻ്റെ ഭാര്യയായ സഫീരയും ഇതേപോലെ തന്നെ ചെയ്യുകയും താനും മരണപ്പെടുന്നതിനെ കുറിച്ച് പറയുകയുണ്ട്. Verse 11 says, great fear came over all the whole church. 11-ാമത്തെ വാക്യം പറയുന്നു, സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. So the fear came upon the entire place. അതുകൊണ്ട് ആ സ്ഥലം മുഴുവൻ അവിടെ മഹാഭയമുണ്ടായി. And so we see this response of, in the midst of revival, Ananias and Sapphira choose to not fear God and they do things that are pleasing to their heart. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഉണർവിന്റെ മധ്യേ അനന്യാസും സഫീറയും ദൈവഭയമില്ലാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെട്ടു. They follow their sinful desires. അവരുടെ പാപത്തിന്റെ ആഗ്രഹങ്ങളെ അതിനനുസരിച്ച് നയിക്കപ്പെടുവാൻ അവർ തീരുമാനിച്ചു. They didn't want to compromise on their desires. അവരുടെ ആഗ്രഹങ്ങളിൽ അതിൽ നിന്ന് ഒരു വിട്ടുകൊടുക്കുവാൻ അവർ ഒരുക്കമല്ലായിരുന്നു. And so they hid something. They lied to themselves and to God. അതുകൊണ്ട്
അവർ അവരോട് തന്നെ നുണ പറഞ്ഞ അങ്ങനെ ദൈവത്തോട് നുണ പറഞ്ഞു. Many a times when we do things, we fail to recognize that God watches the entire thing. നാം പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാം മറന്നു പോകുന്നു സകലതും ദൈവമുമ്പാകെ വ്യക്തമായ തെളിവായിരിക്കുന്നു എന്നുള്ളത്. And yet the next verses also talks about certain people that responded in different ways. അടുത്ത ചില വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വ്യത്യസ്തരായുള്ള ചില വ്യക്തികൾ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിച്ചതിനെ കുറിച്ച്. Verse 12 it says there were signs and wonders, and verse 13 says none of the rest dared to associate with them. Verse 14, but yet the believers increasingly were being added to the number. 12ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. So we see that there are certain people that decided to join and to follow God. There was another set that said that we don't want to do anything with them. നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില വ്യക്തികൾ എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെതായുള്ള സഭയോട് ചേർന്നു, കർത്താവിൽ വിശ്വസിച്ചു. എന്നാൽ മറ്റു ചിലരാണെങ്കിലോ ഇവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു സമ്പർക്കം വേണ്ട എന്ന് പറയുകയാകും. I believe we are living in times of revival. ഞാൻ വിശ്വസിക്കുന്നു നാം ഉണർവിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. I believe we are living in the end times where Jesus is coming back soon. ഞാൻ വിശ്വസിക്കുന്നു നാം അന്ത്യ ദിവസങ്ങളിൽ അവസാന ദിവസങ്ങളിൽ നാം ജീവിക്കുന്നു. യേശുക്രിസ്തു ഉടനെ മടങ്ങി വരുവാൻ പോകുന്നു. And I believe that we have to prepare towards his coming. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ മടങ്ങി വരവിനായിട്ട് കർത്താവിന്റെ മടങ്ങി വരവിനായിട്ട് നാം ഒരുങ്ങേണ്ടതുണ്ട്. Allowing the Holy Spirit to comfort us പരിശുദ്ധാത്മാവിനെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ അനുവദിച്ച് so that we can work with one another. അങ്ങനെ നാം അന്യോന്യം ചേർന്ന് പ്രവർത്തിച്ച് So that we can be together. നമുക്ക് അന്യോന്യം ഒന്നിച്ചായിക്കൊണ്ട് To pray together, to work together. ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് വേല ചെയ്തുകൊണ്ട്. But it does not take prayer alone. It is one thing to pray for revival and to give for revival, but it is another thing to have a reverential awe that will allow God's presence to linger in our generation. പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. നിശ്ചയമായും പ്രാർത്ഥിക്കണം, ഉണർവിന് വേണ്ടി കൊടുക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചുറ്റിപ്പറ്റി ദൈവത്തിന്റെ ആ കൂട്ടായ്മയിലായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാകും. Can we be that generation that will allow God's presence to linger, to come through in a tangible, powerful way in our generation? നമ്മുടേതായിട്ടുള്ള തലമുറയിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തെ അനുഭവിക്കുവാവുന്ന രീതിയിൽ വളരെ ദൃശ്യമാകുന്ന രീതിയിലെല്ലാം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കൊണ്ടുവരുന്ന ജനമാകുവാൻ നമുക്ക് കഴിയും. Can we choose the fear of the Lord to allow God's revival to come through? നമുക്ക് ദൈവഭയത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഉണർവ് നമ്മുടെ തലമുറയിലേക്ക് വരുവാൻ നമുക്ക് തീരുമാനിക്കുവാൻ കഴിയുമോ, സഹായിക്കുവാൻ കഴിയുമോ? Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാമോ? Hallelujah. Father, we are just so excited to be part of this generation. പിതാവേ, ഈ തലമുറയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ആവേശത്തോടുകൂടി ആയിരിക്കുന്നു. We are so excited for the revival that you promised. കർത്താവേ, അങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഉണർവിനായിട്ടും ഞങ്ങൾ ഏറ്റവും ആവേശത്തോടെ ആയിരിക്കുന്നു. Even as your word says in Isaiah 11, Lord, your spirit is a spirit of the fear of the Lord. കർത്താവെ, യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ അങ്ങയുടെ തിരുവചനം പറയുന്നത് പോലെ അങ്ങയുടെ ആത്മാവ് ദൈവഭയത്തിന്റെ ആത്മാവാകുന്നു. Pour out your Holy Spirit upon each and every one. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരിലേക്കും പകരുമാറാകണം. That the fear of the Lord will be in our generation as never before. കർത്താവെ, ഇതുവരെ ഉണ്ടാവാത്തതുപോലെ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഭയം, ദൈവഭയം ഞങ്ങളുടെ തലമുറയിൽ ഉണ്ടാകട്ടെ. Father, let the awareness of your presence increase upon each and every one of my brothers and sisters. കർത്താവെ, എൻ്റെ ഓരോ സഹോദരന്മാരിലും സഹോദരിമാരിലും കർത്താവെ ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തെ കുറിച്ചുള്ള ആ അവബോധം അത് വർദ്ധിക്കുമാറാകട്ടെ. Help us to choose the fear of the Lord. കർത്താവെ, ദൈവഭയത്തെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And to allow your presence to flow well in our generation. ഞങ്ങളുടെ തലമുറകളിലൂടെ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ സാന്നിധ്യത്തെ ഒഴുകുവാൻ സഹായിക്കുന്ന രീതിയിൽ. We want to see people being added into your kingdom. കർത്താവെ, ദൈവരാജ്യത്തിലേക്ക് വ്യക്തികൾ ചേർക്കപ്പെടുന്നത് ഞങ്ങൾക്ക് കാണണം. Let your revival happen. അങ്ങയുടെ ആ ഉണർവ് സംഭവിക്കട്ടെ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.